Hello guys, welcome to my YouTube channel. I hope you're all doing well. So നിങ്ങൾ മുൻപത്തെ വ്ളോഗ് കണ്ടപ്പോൾ ഞങ്ങൾ CN ടവറിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അക്വേറിയം ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. സോ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ വീഡിയോ. അപ്പം ഗായ്സ് ഇതാണ് എൻട്രൻസ്. അപ്പം ഓൾറെഡി ഇപ്പം നല്ലതുപോലെ ലൈനായിട്ടുണ്ട്, അത്യാവശ്യം ലൈനായിട്ടുണ്ടെന്ന് പറയാം. സോ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഗായ്സ് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുവാണ്. നോക്കിക്കേ, ഇന്നത്തെ തന്നെ മീനുകളോട് നോക്കിക്കേ എന്നാ ഭംഗിയുണ്ടെന്ന്. സൈഡിൽ ഇങ്ങനെ കുറച്ച് മീനുകളെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യം ഓടിച്ചെന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അതിൻ്റെ കളറൊക്കെ നോക്കിക്കേ എന്നാ ഭംഗിയാണ്. ഞാനങ്ങനെ ഒത്തിരി പിള്ളേരുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ കുഞ്ഞ് ഫിഷാണ്. ഇത് ഏത് മീനാണെന്ന് അറിയത്തില്ല, പക്ഷെ അമ്മ കൂട്ടാൻ വെക്കുന്ന മീനിൻ്റെ കൂട്ടിരിപ്പുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ അകത്തോട്ട് പോയപ്പോൾ ഒത്തിരി പേര് ഇവിടെ നിന്ന് ഒരു മീനിനെ നോക്കുന്നു. അപ്പം ഞാൻ ഓർത്തെന്നാൽ നോക്കാം എന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം എന്താണ് ഞാൻ കാണുന്നത്. ഞാൻ ക്ലോസപ്പ് ആയിട്ട് ഇനിയും കാണിക്കാം. നോക്കിക്കേ, എന്തോ വലിയ മൂക്കോ വായോ എന്തോന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല സംഭവമായിരുന്നു. ഗൈസ് വലിയ മീൻ മാത്രമല്ല കുഞ്ഞു മീനും ഇവിടെ ഉണ്ട്. നോക്കിക്കേ ഗൈസ്, ഈ മീനാണെങ്കിൽ സ്റ്റഡി ലൈക്ക് വടി പോലെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫിഷിനെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്. നോക്കിക്കേ, ലോബ്സ്റ്റർ ആണ് ഗൈസ്, ലോബ്സ്റ്റർ. ഗൈസ് ഈ മീനെ കണ്ടോ? ഇതിനെ കുറച്ച് നേരം നിന്നിട്ടാണ് ഞാൻ തപ്പി പിടിച്ചത്. കാരണം അതിൻ്റെ ആ റോക്സിൻ്റെ അതേ ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ കളറാണ്. അപ്പോൾ നല്ല പാടായിരുന്നു കണ്ടുപിടിക്കാൻ. അങ്ങനെ ഗൈസ് കുറച്ചും കൂടെ അകത്തോട്ട് നടന്നപ്പോഴാണ് ഈ വലിയൊരു ടാങ്ക് കണ്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷെ നേരിട്ട് ഭയങ്കര വലിയ ഹ്യൂജ് ടാങ്കാണ്. അപ്പോൾ ഞാൻ പപ്പയോട് പറയുകയും ചെയ്തു, ദൈവമേ ഇത് വല്ലതും പൊട്ടുവാണെങ്കിൽ നമ്മൾ നീന്തേണ്ട അവസ്ഥയാണല്ലോ ഈ ഫിഷിൻ്റെ കൂട്ട്. സോ അങ്ങനെ ഗൈസ് ദിസ് ഇസ് നോട്ട് എ ഫിഷ്, പക്ഷേ ഇത് ഫിഷിനെ, സ്മോൾ ഫിഷിനെ ഇത് കഴിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളിത് കാണിച്ചു തരാമെന്ന്. ഇത് കണ്ടോ ഗൈസ്, ഓക്ടോപ്പസ് ആണ്. ഞാൻ അറിഞ്ഞു പോലില്ല ഇത്രയും സൈസിൽ കാണുമെന്ന്. ഇത് ഞാൻ ആക്ച്വലി കണ്ടില്ല. ചേച്ചിനെ വിളിച്ച് തിരിച്ച് വരുത്തിയത് ഇതെന്നെ കാണിക്കാൻ വേണ്ടി. സോ യാ, അങ്ങനെ ഇതിൽ കണ്ടോ പല പല കളറുള്ള കുഞ്ഞു കുഞ്ഞു ഫിഷ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ നമുക്കറിയാലോ ഡോറിയെ അറിയാത്ത ആരാണ്? അപ്പം ഡോറിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ കഴിച്ച് ഞാൻ തപ്പി പിടിച്ചു ഡോറി എവിടെയാണെന്ന്. ഇതാണ് പോർക്യൂപ്പൈൻ ഫിഷ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ പഫർ ഫിഷ്, അതുപോലെ തന്നെയാണ് ഇതും. ഭയങ്കര ദേഷ്യക്കാരനാണ്, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇത് വീർക്കും. അങ്ങനെ ഇനി അടുത്തതായി നമ്മളൊരു ടണലിലൂടെ പോകാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ്, നമ്മൾ മുകളിലോട്ട്, നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിയാലും വെള്ളമാണ്. അപ്പോൾ സത്യത്തിൽ ഒരു ടണൽ തന്നെയാണ് അതിൻ്റെ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് പല പല ടൈപ്പ് ഫിഷിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ഷാർക്കിനെ കണ്ടു. നോക്കിക്കേ, ഒരു ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ കൂട്ടാണ് പോകുന്നത്. അത് മുകളോട് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ദൈവമേ ഇനി വെള്ളം വല്ലതും പൊട്ടി താഴെ വല്ലതും വീഴുവാണെങ്കിൽ തീർന്നു. അപ്പോഴേ എൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ടൈഗർ ഷാർക്കിനെയാണ്. നോക്കിക്കേ, വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. അത് കെവിൻ അച്ചാച്ചൻ എന്നെ പോയിൻറ്റും ചെയ്ത് കാണിച്ചു. വരുന്നത് കണ്ടോ, ഭയങ്കര ഡേഞ്ചറസാ എന്നൊക്കെ. അങ്ങനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ എണ്ണത്തിനെ കണ്ടു. നോക്കിക്കേ, ചിരിച്ചുകൊണ്ട് വരുന്ന മീൻ. അത് ഇപ്പം ക്ലോസപ്പായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പിങ്ക് കളറിലെ ലിപ്സ്റ്റിക്. ഭയങ്കര സോ പ്രിറ്റി, എനിക്ക് വയ്യ, അയ്യോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ കണ്ടോണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതോ അടുത്ത ചിരിച്ചോണ്ട് വരുന്ന മീനാണ്. അപ്പം 2 ചിരിയുള്ള മീനുകളും കൂടെ ക്ലാഷായി ഗൈസ്. അപ്പം എനിക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷെ എന്നെ ക്യൂട്ടാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനെ കാണാൻ. അങ്ങനെ ഈ മീനെല്ലാം നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എന്നെ നോക്കിക്കാൻ ഞാൻ ആരെയാണ് കണ്ടതെന്ന്, ഒരു ടർട്ടിലിനെ കണ്ടു ഗൈസ്. നിങ്ങൾ ഈ മീനെ കണ്ട ഭയങ്കര പ്രായം പറയുമേ, ലൈക്ക് ചൊക്കി ഇരിക്കുന്ന മീനാണ്. അതുപോലെ തന്നെ എന്തോ പെതിയെ അത് സ്വിം ചെയ്യുന്നു. നോക്കി ഭയങ്കര സ്ലോ മോഷനിലൊക്കെയാണ് സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നോക്കിക്കേ, ഈ മീൻ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എനിക്കൊന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു, ചിലപ്പോൾ അറിയായിരിക്കും യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ അടുത്തോട്ട് വന്നു. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം സീ ഹോഴ്സിനെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടോ എന്ന്, ലൈക്ക് സീ ഹോഴ്സ് ഗിവിങ് ബർത്ത് വീഡിയോസ്, ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക് ഡയമണ്ട് സ്റ്റിംഗ് റേ. അങ്ങനെ ഞാൻ സ്റ്റിംഗ് റേ ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വേറൊരു കാഴ്ച കണ്ടു കേട്ടോ, നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സ്റ്റിംഗ് റേ മാത്രമല്ല ഒരു ഹ്യൂമനും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പം അങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ നോക്കി, ഇതേ ഹ്യൂമൻ തന്നെയാണോ അത്, പിന്നെ ഇങ്ങനെ മൂമെൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി യെസ് ഇറ്റ് ഈസ്. അപ്പോൾ അവരെന്തേലും നോക്കാൻ വേണ്ടിയായിരിക്കും ഇന്നത്തെ വന്നത്. അപ്പോൾ അവർ നമ്മളെ വേവൊക്കെ തന്നു, വേവൊക്കെ ചെയ്ത് പോയി. ജെല്ലി ഫിഷിൻ്റെ സെക്ഷൻ വന്നപ്പോഴേ ചേച്ചി എന്നെ വിളിച്ചു, ചിന്നുവേ ഓടി വായോ നിൻ്റെ ജെല്ലി ഫിഷിനെ കാണാനെന്ന്. അപ്പം വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി ആ കളറ് മാറുന്ന കണ്ടില്ലേ. സോ ഇത് അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷാണ്. സോ മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്ങനെയായിരിക്കും, തലകുത്തി കിടക്കുന്ന ജെല്ലി ഫിഷ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാൻ എന്നാ ഭംഗിയാണ്. എനിക്ക് ലൈക്ക് ജെല്ലി ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയത്. കാരണം ആരോണോ, എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ജെല്ലി ഫിഷിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എസ്പെഷ്യലി ദ കളേഴ്സ്. സോ വാട്ടറിൻ്റെ അകത്ത് സ്റ്റിംഗ് റേ ആണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൊടാൻ പറ്റും. ഇവിടെ പിന്നെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ മേടിക്കാം, സ്വന്തമായോ അത് വേറൊരാൾക്ക് വേണമെങ്കിലും മേടിക്കാം. ഗൈസ്, നമുക്ക് കാണാം കെവിൻ അച്ചച്ചൻ ഇങ്ങനെ അതിനെ തൊട്ട് നോക്കുന്നത്. എനിക്കിതിനുള്ള ധൈര്യമൊന്നുമില്ലേ, എനിക്കറിയാം അത് തിരിച്ച് കടിക്കത്തില്ല, എന്നാലും എനിക്ക് പേടിയാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അക്വേറിയം എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുവാണ്. ഇനി ഫുഡ് കഴിക്കണം, പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നയാഗ്ര ഫോൾസ് കാണാൻ പോകുന്നത്. അത് ഞങ്ങൾ ഓടി കണ്ടതാണ്, പക്ഷേ സ്റ്റിൽ എവിടെ വരും നമ്മളിങ്ങനെ കാണാതിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ അതിൻ്റെയും കൂടെ വ്ലോഗ് ഞാൻ എടുക്കുന്നതായിരിക്കും. സോ അതുവരെ അഡിയോസ്.